അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു പാകിസ്ഥാനി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കറാഹി. ആവശ്യമുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, 1 കിലോ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തത്. അടുത്തത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇതുപോലെ എല്ലാ പീസും വെച്ച് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അത് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ പീസും അതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അതിനുശേഷം 4 തക്കാളി ചേർത്ത് നല്ലോണം മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നല്ലോണം വെന്ത് വരണം. നമ്മളിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളിയും ചേർത്തു. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്കിന്നെല്ലാം എടുത്തു കൊടുക്കാം. എല്ലാ തക്കാളിൻ്റെ സ്കിന്നും ഇതുപോലെ എടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം അത് ഉടച്ചെടുക്കണം. എല്ലാ തക്കാളിൻ്റെ പീസും അതുപോലെ നല്ലോണം ഉടച്ചെടുക്കാം, സ്കിന്ന് മാറ്റിയതിന് ശേഷം. നമ്മുടെ തക്കാളിൻ്റെ പീസൊക്കെ കുറേ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെയെല്ലാം മിക്സാക്കി എടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലുള്ള ചിക്കനും തക്കാളിൻ്റെ പീസും കൂടെ മിക്സാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് അതിലേക്ക് ചെറിയ ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. എല്ലാ സൈഡും നല്ലോണം മിക്സായിട്ട് വരണം. എന്നാൽ മാത്രമേ മസാല അതിലേക്ക് പിടിക്കുകയുള്ളൂ. അതിനുശേഷം തുറന്ന് അതിലേക്ക് കുറച്ച് ബട്ടർ, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, മല്ലിയില, കസൂരി മേത്തി ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കറാഹി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Subscribe to my channel, like and share. Thanks for watching.